നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 5 ലക്ഷത്തിലധികം കുടിയേറ്റക്കാരുടെ താൽക്കാലിക നിയമപരിരക്ഷ റദ്ദാക്കാൻ അമേരിക്ക. ക്യൂബ, ഹെയ്ത്തി, നിക്കരാഗ, വെനസ്വേല എന്നീ 4 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ നിയമപരിരക്ഷ റദ്ദാക്കി ഒരു മാസത്തിനുള്ളിൽ നാടുകടത്താൻ സാധ്യത. സൗദി അറേബ്യയിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 6 ഉംറ തീർത്ഥാടകർ മരിച്ചു. ചൈനയ്ക്കെതിരെ അമേരിക്ക കൈക്കൊള്ളുന്ന നടപടികളും നീക്കങ്ങളും തൽക്കാലം തന്റെ ഉപദേഷ്ടാവായ എലോൺ മസ്കിനെ അറിയിക്കേണ്ടെന്ന് നിർദ്ദേശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളം ഭാഗികമായി വീണ്ടും തുറന്നു. തീപിടുത്തത്തിൽ അപാകതയില്ലെന്ന് പോലീസ്. തീവ്രവാദ വിരുദ്ധ വിഭാഗം അന്വേഷണം തുടരുന്നു. തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം. ഗാസയുടെ കൂടുതൽ ഭാഗങ്ങൾ സ്വന്തമാക്കുമെന്ന് ഭീഷണി മുഴക്കി കരയുദ്ധം ശക്തിപ്പെടുത്തി ഇസ്രായേൽ. ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള സൈനിക ആസൂത്രണം UK ത്വരിതപ്പെടുത്തുമെന്ന് നമ്പർ 10. മുട്ടക്ഷാമം പരിഹരിച്ച് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കാൻ ട്രംപ്. തുർക്കി, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് മുട്ടകൾ ഇറക്കുമതി ചെയ്യാൻ ട്രംപ് ഭരണകൂടം. ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ തമിഴ്നാടിനും മുഖ്യമന്ത്രി MK സ്റ്റാലിനുമൊപ്പം കൈകോർത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാണാം ദൃശ്യങ്ങൾ. എംബസികൾക്ക് കീഴിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് NK പ്രേമചന്ദ്രൻ MP. ഒമാനിൽ ആരും ഏറ്റെടുക്കാനില്ലാതെ മരിച്ച മലയാളി മഹേഷിനായി അയച്ച കത്തിന് ഒമാൻ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കൃത്യമായ മറുപടി പോലും ഉണ്ടായിട്ടില്ലെന്ന് വെളിപ്പെടുത്തി NK പ്രേമചന്ദ്രൻ. വാർത്തകൾ വിശദമായി. 5 ലക്ഷത്തിലധികം കുടിയേറ്റക്കാരുടെ താൽക്കാലിക നിയമപരിരക്ഷ അമേരിക്ക റദ്ദാക്കുന്നു. ക്യൂബ, ഹെയ്ത്തി, നിക്കരാഗ, വെനസ്വേല എന്നീ 4 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ നിയമപരിരക്ഷ റദ്ദാക്കുമെന്നും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ അവരെ നാടുകടത്താൻ സാധ്യതയുണ്ടെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് വെള്ളിയാഴ്ച അറിയിച്ചു. 2022 ഒക്ടോബർ മുതൽ അമേരിക്കയിലെത്തിയ 4 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 5,32,000 ആളുകൾക്ക് ഈ ഉത്തരവ് ബാധകമാണ്. സാമ്പത്തിക സ്പോൺസർഷിപ്പിൽ എത്തിയ ഇവർക്ക് US-ൽ താമസിക്കാനും ജോലി ചെയ്യാനും 2 വർഷത്തെ പെർമിറ്റാണ് നൽകിയിരിക്കുന്നതെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. ഏപ്രിൽ 24 അല്ലെങ്കിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 30 ദിവസങ്ങൾക്ക് ശേഷം അവരുടെ നിയമപരിരക്ഷ നഷ്ടപ്പെടുമെന്നും ക്രിസ്റ്റി നോം അറിയിച്ചു. സൗദി അറേബ്യയിൽ ബസ് മറിഞ്ഞ് 6 ഉംറ തീർത്ഥാടകർ മരിച്ചു. 14 പേർക്ക് പരിക്ക്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽ പെട്ടത്. മദീനയ്ക്കും മക്കയ്ക്കും ഇടയിലുള്ള പാതയിൽ വ്യാഴാഴ്ചയായിരുന്നു അപകടം. മറിഞ്ഞതിന് പിന്നാലെ ബസ്സിന് തീപിടിച്ചെന്നാണ് വിവരം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ എലോൺ മസ്കിന് കനത്ത തിരിച്ചടിയാകുന്നു. ചൈനയ്ക്കെതിരെ അമേരിക്ക കൈക്കൊള്ളുന്ന നടപടികളും നീക്കങ്ങളും തൽക്കാലം തന്റെ ഉപദേഷ്ടാവായ എലോൺ മസ്കിനെ അറിയിക്കേണ്ടെന്ന് നിർദ്ദേശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മസ്കിന്റെ ചൈനയിലെ ബിസിനസ് താൽപര്യങ്ങൾ കൊണ്ടാണ് ട്രംപിന്റെ നിലപാട്. ചൈനയുമായി അമേരിക്ക എങ്ങനെയൊരു സാങ്കല്പിക യുദ്ധം നടത്തുമെന്ന് മസ്കിനെ അറിയിക്കുമെന്ന റിപ്പോർട്ടുകൾ ട്രംപ് നിരസിച്ചു. എലോണിന് ചൈനയിൽ ബിസിനസ്സുകളുണ്ട്, അതുകൊണ്ട് ചൈന വിഷയത്തിൽ ഇടപെടുത്തില്ലെന്നും ട്രംപ് പറഞ്ഞു. കാനഡ US അതിർത്തിയിലെ ഹാസ്കൽ ഫ്രീ ലൈബ്രറി, ഒപ്പേറ ഹൗസ് എന്നിവിടങ്ങളിലേക്കുള്ള കാനഡയിലേക്കുള്ള പ്രവേശനം US തടഞ്ഞു. ക്യൂബെക് പട്ടണത്തിൽ നിന്നുള്ള ആളുകൾക്ക് വളരെ കാലമായി എളുപ്പത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്ന സ്ഥലമാണിത്. ഹാസ്കൽ ഫ്രീ ലൈബ്രറിയും ഒപ്പേറ ഹൗസും ക്യൂബെക്കിലെ സ്റ്റാൻസ്റ്റഡിനും വെർമൗണ്ടിലെ ഡെർബി ലൈനിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലൈബ്രറിയുടെ പ്രവേശന കവാടം വോർമോൺ ഭാഗത്താണ്. മുമ്പ് കനേഡിയൻ സന്ദർശകർക്ക് അമേരിക്കൻ ഭാഗത്തുള്ള നടപ്പാതയും പ്രവേശന കവാടവും ഉപയോഗിച്ച് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ലൈബ്രറിയുടെ വെബ്സൈറ്റ് അനുസരിച്ച് ഡോക്യുമെന്റേഷൻ കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നു. പുസ്തകങ്ങൾ ഉൾപ്പെടെ കെട്ടിടത്തിന്റെ ഏകദേശം 60% കാനഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാനഡയും US-ഉം തമ്മിലുള്ള സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായ 2 രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തിയിൽ കടന്നുപോകുന്നതിനാണ് ഇത് അക്കാലത്ത് നിർമ്മിച്ചത്. ലോകത്തെമ്പാടും നിന്നുള്ള ആയിരക്കണക്കിന് വിമാന സർവീസുകളെ പ്രതിസന്ധിയിലാക്കിയ വൈദ്യുതി തടസ്സത്തിനും യാത്രാക്കുഴപ്പങ്ങൾക്കും കാരണമായ തീപിടുത്തത്തിന് ശേഷം ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളം ഭാഗികമായി വീണ്ടും തുറന്നു. ശനിയാഴ്ച വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ അടച്ചുപൂട്ടൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എയർലൈൻ പറയുന്നു. ഹീത്രോ വിമാനത്താവളത്തിലെ ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 1350-ലധികം വിമാനങ്ങൾ നിർത്തിവെക്കുകയും ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ യാത്രകൾ തടസ്സപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഡൗണിംഗ് സ്ട്രീറ്റ് മറുപടി നൽകാനൊരുങ്ങുകയാണ്.
സംഭവത്തെക്കുറിച്ച് തീവ്രവാദ വിരുദ്ധ പോലീസ് അന്വേഷണം നയിക്കുന്നു. ഒരു തെറ്റും സംഭവിച്ചതിന്റെ സൂചനയില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞു. തീപിടുത്തം സംശയാസ്പദമാണെന്ന് കരുതുന്നില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന. ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തബാഷ്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചാണ് തബാഷ്. അതേസമയം ഗാസയുടെ കൂടുതൽ ഭാഗങ്ങൾ സ്വന്തമാക്കുമെന്നും ഇസ്രായേൽ ഭീഷണി മുഴക്കി കരയുദ്ധം ശക്തിപ്പെടുത്തി. ഖാൻ യൂനിസ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തബാഷ് വഹിച്ചിരുന്നു. തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഇയാൾ നേതൃത്വം നൽകിയിരുന്നു. ഉക്രൈൻ നഗരമായ സ്പൊരീഷ്യയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 9 പേർ പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിൽ 10 തവണയിലധികം ആക്രമണങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. അതേസമയം ഉക്രൈന്റെ പുതിയ സൈനിക സഹായമായി €3 ബില്യൺ ജർമ്മനി അംഗീകാരം നൽകി. അതിൽ പീരങ്കി യുദ്ധാപകരണങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുന്നുവെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആഭ്യന്തര യുദ്ധത്തിനിടെ എതിരാളികളായ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ കൈവശമുണ്ടായിരുന്ന തലസ്ഥാനമായ ഖോർത്തുവിലെ പ്രസിഡന്റിന്റെ കൊട്ടാരം സുഡാൻ സൈന്യം തിരിച്ചുപിടിച്ചു. ഭാഗികമായി തകർന്ന കെട്ടിടത്തിനുള്ളിൽ സൈനികർ അസോൾട്ട് റൈഫിളുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ലോഞ്ചറുകളും വഹിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണാം. ക്യാപ്റ്റന്റെ ഇപ്പൗലറ്റുകൾ ധരിച്ച ഒരു ഉദ്യോഗസ്ഥൻ വീഡിയോയിൽ കൊട്ടാരം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുകയും സൈനികർ കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള സൈനിക ആസൂത്രണം UK ത്വരിതപ്പെടുത്തുമെന്ന് നമ്പർ 10 ആവർത്തിച്ചു. UK-യിൽ വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ ബ്രിട്ടീഷ് വിന്യാസങ്ങളുടെ വിശദാംശങ്ങളും ഘടനയും സംബന്ധിച്ച് അടുത്ത ആഴ്ച തീവ്രമായ ചർച്ചകൾ നടക്കും. കരയിലുള്ള സൈനികർ ഉൾപ്പെടെ എല്ലാ ഓപ്ഷനുകളും സാധ്യമാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. വെടിനിർത്തലും റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉണ്ടായാൽ കടൽ വഴിയോ കരയിലൂടെയോ വായുവിലൂടെയോ ഉക്രൈനെ പിന്തുണയ്ക്കാൻ ആയിരക്കണക്കിന് സൈനികരെ ആവശ്യമാണെന്ന് കെയർ സ്റ്റാമറിന്റെ വക്താവ് പറഞ്ഞു. ലേബർ പാർട്ടിയുടെ സിഗ്നേച്ചർ ഹെൽപ്പ് ടു ബൈ സ്കീമിൽ വരുത്തിയ മാറ്റങ്ങൾ ജനങ്ങളുടെ ജീവിത ചിലവിന് മാറ്റങ്ങൾ വരുത്തുമെന്ന് ഭവന നിർമ്മാണ മന്ത്രി ക്ലെയർ ഓനീൽ പറഞ്ഞു. ഈ നടപടി ആദ്യമായി വീട് വാങ്ങുന്നവരിൽ ഭൂരിഭാഗം പേരെയും യോഗ്യരാക്കുമെന്നും ക്ലെയർ ഉറപ്പു നൽകി. കോമൺവെൽത്ത് ആദ്യം വീട് നൽകുന്നവർക്ക് നിലവിലുള്ള വീടിന്റെ വാങ്ങൽ വിലയുടെ 30% അല്ലെങ്കിൽ പുതിയ വീടിന് 40% നൽകുന്നതായാണ് റിപ്പോർട്ട്. US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര യുദ്ധം അയർലൻഡിന് £15 ബില്യൺ കൂടുതൽ നഷ്ടം വരുത്തുകയും തൊഴിൽ നഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് റിപ്പോർട്ട്. US ബഹുരാഷ്ട്ര കമ്പനികൾ അയർലൻഡ് ഉപേക്ഷിക്കാൻ ഇത് കാരണമാകുമെന്നും സൂചന നൽകുന്നു. ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ കയറ്റുമതികൾക്കും 25% താരിഫ് ചുമത്തുകയും യൂണിയൻ എതിർപ്പ് താരിഫുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയും ചെയ്ത് ഏറ്റവും മോശം സാഹചര്യത്തിൽ അടുത്ത 5 മുതൽ 7 വർഷത്തിനുള്ളിൽ അയർലൻഡിന്റെ GDP 3.7% കുറയുമെന്ന് എക്കണോമിക് AN നടത്തിയ പഠനം കണ്ടെത്തി. താരിഫ് സാഹചര്യം എന്തുതന്നെയായാലും മാന്ദ്യം ഒഴിവാക്കാനാവില്ലെന്ന് അത് കണ്ടെത്തി. എല്ലാ ആഗോള ഇറക്കുമതികൾക്കും US പ്രസിഡന്റ് 10% താരിഫ് ചുമത്തുകയാണെങ്കിൽ ആഘാതം കൂടുമെന്നും പഠനം കാണിക്കുന്നു. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഉടമയായ മെറ്റ UK-യിലെ ഉപഭോക്താക്കളിൽ നിന്ന് പരസ്യരഹിത പതിപ്പിന് പണം ഈടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ലണ്ടനിലെ ഹൈക്കോടതിയിൽ ഉണ്ടാക്കിയ ഒരു കേസിൽ കരാറിന് ശേഷം മാർക്ക് സക്കർബർഗിന്റെ മറ്റൊരു ഉപഭോക്താവിന്റെ സ്വകാര്യ ഡാറ്റയെ അടിസ്ഥാനമാക്കി പരസ്യങ്ങൾ നൽകുന്നത് നിർത്താൻ സമ്മതിച്ചു. പരസ്യങ്ങൾ നൽകുന്നതിനായി ഫേസ്ബുക്ക് തന്റെ ഡേറ്റ ശേഖരിക്കുന്നതും പ്രോസസ് ചെയ്യുന്നതും നിർത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള അവകാശത്തെ മാനിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചു. 2022 മനുഷ്യാവകാശ പ്രവർത്തകയായ ടാനിയ ഒക്കരോൾ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. US-ൽ മുട്ടക്ഷാമമോ അതും പരിഹരിക്കാൻ കഴിവുള്ളയാളാണ് ഈ തിരക്കിനിടയിലും ഡൊണാൾഡ് ട്രംപ്. ക്ഷാമം പരിഹരിക്കാൻ തുർക്കി, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് മുട്ടകൾ ഇറക്കുമതി ചെയ്യാൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നു. അമേരിക്കൻ ഉപഭോക്താവിന് വില കുറവിൽ മുട്ട ലഭിക്കാനായി മറ്റ് രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിവരികയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. കർഷകരെ കോടിക്കണക്കിന് കോഴികളെ കൊന്നൊടുക്കാൻ നിർബന്ധിതരാക്കിയ ഒരു രൂക്ഷമായ പക്ഷിപ്പനി പകർച്ചവ്യാധിയെ ചെറുക്കുന്നതിന് $1 ബില്യൺ പദ്ധതി പ്രഖ്യാപിച്ചതായി കൃഷി സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് വൈറ്റ് ഹൗസിൽ പറഞ്ഞു. ട്രംപിന്റെ പ്രചാരണ വാഗ്ദാനമായിരുന്നു മുട്ടവില കുറയ്ക്കുമെന്നത്. തന്നെപ്പറ്റി ChatGPT-യിൽ വെറുതെ ഒരു രസത്തിന് തിരഞ്ഞ നോർവീജിയൻ സ്വദേശി ഞെട്ടി. തന്റെ 2 മക്കളെ താൻ കൊലപ്പെടുത്തിയതായി ചാറ്റ്ബോട്ട് തെറ്റായി അവകാശപ്പെട്ടിരുന്നു. നോർവേക്കാരനായ ഹജാമൽ ഹോൾമേൻ ഞെട്ടിയതിനു പിന്നിലെ കാരണം ഇതാണ്. തുടർന്ന് അദ്ദേഹം ChatGPT-ക്ക് പിന്നിലെ കമ്പനിക്കെതിരെ പരാതി നൽകി.
ഒമാനിൽ ആരും ഏറ്റെടുക്കാനില്ലാതെ മരിച്ച മലയാളി മഹേഷിനായി അയച്ച കത്തിന് ഒമാൻ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കൃത്യമായ മറുപടി പോലും ഉണ്ടായിട്ടില്ലെന്ന് വെളിപ്പെടുത്തി NK പ്രേമചന്ദ്രൻ MP. വൃക്കകൾ തകർന്ന് 5 മാസത്തോളം ആശുപത്രിയിൽ കിടന്നാണ് മഹേഷ് മരിച്ചത്. 68 ലക്ഷം രൂപയുടെ ബില്ലും ആരും അടച്ചില്ല. എംബസികൾക്ക് കീഴിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ഒക്ടോബറിൽ വൃക്കകൾ തകർന്ന് കിടപ്പിലായ മഹേഷിനായി 2 തവണ MP എംബസിക്ക് കത്തെഴുതി. നാട്ടിലെത്തിക്കാൻ ഇടപെടൽ ആവശ്യമായിരുന്നു. നാട്ടിലെത്താതെ 5 മാസം ആശുപത്രിയിൽ കിടന്ന് ഈ മാർച്ചിൽ മഹേഷ് മരിച്ചു. ചികിത്സാ ബിൽ 68 ലക്ഷം കടന്നിരുന്നു. രേഖകളില്ലാതെ 8 കൊല്ലത്തിലധികം നാട്ടിൽ പോകാതെ നിന്ന മഹേഷിനെ ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. കുവൈറ്റിൽ നിന്ന് പ്രതിമാസം നാട് കടത്തുന്നത് 3000 പ്രവാസികളെ. നാടുകടത്തൽ വകുപ്പ് പ്രതിമാസം ഏകദേശം 3000 പുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് നാടുകടത്തുന്നത്. ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ജുഡീഷ്യൽ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ പൊതു താൽപര്യങ്ങൾ പുറപ്പെടുവിച്ച ഭരണപരമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ ആണ് ഈ വ്യക്തികളെ നാടുകടത്തുന്നത്. തീർത്ഥാടകർക്ക് മെക്ക ഹറമിൽ സഞ്ചരിക്കാനുള്ള ഗോൾഫ് വാഹനങ്ങൾക്കുള്ള മാനുവൽ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇരുഹറം ജനറൽ അതോറിറ്റി അറിയിച്ചു. റമദാൻ 20 മുതൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ബുക്കിംഗ് മാത്രമേ സ്വീകരിക്കൂ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ വാഹനങ്ങളുടെ സൗകര്യം ലഭ്യമാകുക. ഓൺലൈനായോ സ്വന്തമായോ നിശ്ചിത സർവീസ് പോയിന്റുകളിൽ നിന്ന് ബുക്കിംഗ് നടത്താൻ കഴിയും. എന്നാൽ ഭിന്നശേഷിക്കാർക്കും ഒപ്പമുള്ളവർക്കും ബുക്കിംഗ് ആവശ്യമില്ല. അവർക്ക് സൗജന്യമായി ഗോൾഫ് വാഹനം ഉപയോഗിക്കാവുന്നതാണ്. ഒരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. 2022 മെയ് മുതൽ 2024 ഡിസംബർ വരെ വിദേശയാത്രയ്ക്ക് വേണ്ടി മാത്രമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെലവഴിച്ചത് 258 കോടി രൂപ. 2.5 വർഷം കൊണ്ട് അദ്ദേഹം 38 യാത്രകൾ നടത്തിയതായും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പറയുന്നു. 2023 ജൂണിൽ പ്രധാനമന്ത്രി നടത്തിയ അമേരിക്കൻ യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചെലവ് വന്നത്. ഇതിന് മാത്രമായി 22 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചതെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ച രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ സഹമന്ത്രി പാബിത്ര മാർഗരിറ്റയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. 2023 ജൂണിലെ US സന്ദർശനത്തിന് 22 കോടി 89 ലക്ഷത്തി 68,509 രൂപയും 2024 സെപ്റ്റംബറിലെ US സന്ദർശനത്തിന് 15 കോടി 33 ലക്ഷത്തി 76,348 രൂപയും ചെലവായി. ഇനി കേരള ഹൈലൈറ്റ്സ്. ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ തമിഴ്നാടിനും മുഖ്യമന്ത്രി MK സ്റ്റാലിനുമൊപ്പം കൈകോർത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിഷേധ യോഗം ചെന്നൈയിൽ നടന്നു. കേന്ദ്രത്തിനെതിരായ DMK പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ ഇന്നലെ തന്നെ ചെന്നൈയിൽ എത്തിയിരുന്നു. CPI കേരള സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, തെലങ്കാന, പഞ്ചാബ് മുഖ്യമന്ത്രിമാർ എന്നിവരും മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. is hanging over our heads like the sword of Damocles. Various reports indicate that the BJP-led union government is going ahead into the delimitation process without any consultation. This sudden move is not driven by any constitutional principle or any democratic imperative, but by narrow political interests. The delimitation process, if it is undertaken after the census, will lead to a large increase in the number of seats of northern states, while there will be a significant reduction in the representation of the southern states in parliament. This will suit the BJP as they hold greater influence in the north. If delimitation is carried out purely on the basis of population, then Kerala and other southern states will suffer, as we have been bringing down our population since 1973, when the previous delimitation was carried out, in which the number of seats in the Lok Sabha was reorganized. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 111.10 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 86.00 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 93.01 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്.
ഏപ്രിൽ 6 നടക്കേണ്ട ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഹോം മത്സരം കൊൽക്കത്തയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് മാറ്റി. രാമനവമി ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ IPL മത്സരത്തിന് വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണിത്. ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സ്നേഹാശിഷ് ഗാംഗുലിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി പോലീസിന് സുരക്ഷയൊരുക്കാൻ പരിമിതിയുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഈ മാറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 5 ലക്ഷത്തിലധികം കുടിയേറ്റക്കാരുടെ താൽക്കാലിക നിയമപരിരക്ഷ റദ്ദാക്കാൻ അമേരിക്ക. ക്യൂബ, ഹെയ്ത്തി, നിക്കരാഗ, വെനസ്വേല എന്നീ 4 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ നിയമപരിരക്ഷ റദ്ദാക്കി 1 മാസത്തിനുള്ളിൽ നാടുകടത്താൻ സാധ്യത. സൗദി അറേബ്യയിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 6 ഉംറ തീർത്ഥാടകർ മരിച്ചു. ചൈനയ്ക്കെതിരെ അമേരിക്ക കൈക്കൊള്ളുന്ന നടപടികളും നീക്കങ്ങളും തൽക്കാലം തന്റെ ഉപദേഷ്ടാവായ എലോൺ മസ്കിനെ അറിയിക്കേണ്ടെന്ന് നിർദ്ദേശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളം ഭാഗികമായി വീണ്ടും തുറന്നു. തീപിടുത്തത്തിൽ അപാകതയില്ലെന്ന് പോലീസ്. തീവ്രവാദ വിരുദ്ധ വിഭാഗം അന്വേഷണം തുടരുന്നു. തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം. ഗാസയുടെ കൂടുതൽ ഭാഗങ്ങൾ സ്വന്തമാക്കുമെന്ന് ഭീഷണി മുഴക്കി കരയുദ്ധം ശക്തിപ്പെടുത്തി ഇസ്രായേൽ. ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള സൈനിക ആസൂത്രണം UK ത്വരിതപ്പെടുത്തുമെന്ന് നമ്പർ 10. മുട്ടക്ഷാമം പരിഹരിച്ച് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കാൻ ട്രംപ്. തുർക്കി, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് മുട്ടകൾ ഇറക്കുമതി ചെയ്യാൻ ട്രംപ് ഭരണകൂടം. ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ തമിഴ്നാടിനും മുഖ്യമന്ത്രി NK സ്റ്റാലിനുമൊപ്പം കൈകോർത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാണാം ദൃശ്യങ്ങൾ. എംബസികൾക്ക് കീഴിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് NK പ്രേമചന്ദ്രൻ MP. ഒമാനിൽ ആരും ഏറ്റെടുക്കാനില്ലാതെ മരിച്ച മലയാളി മഹേഷിനായി അയച്ച കത്തിന് ഒമാൻ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കൃത്യമായ മറുപടി പോലും ഉണ്ടായിട്ടില്ലെന്ന് വെളിപ്പെടുത്തി NK പ്രേമചന്ദ്രൻ. ഇന്നത്തെ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.